അതായത് ഒരു ചക്ര എടുത്താൽ ആ ചക്രനെ ചുറ്റിയുള്ള അവയവങ്ങളെ ഈ ചക്ര എനർജി കൊടുത്ത് എനർജി നൽകി അതിനെ നേരെ ചൊവ്വേ പ്രവർത്തിക്കാൻ വയ്ക്കും. അപ്പോൾ ഈ ചക്ര തന്നെ ശരിയായിട്ടില്ല, അതിന് എനർജി പോരാ, അതിന് ബ്ലോക്കുണ്ട്, അല്ലെങ്കിൽ അതിന് ശക്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചുറ്റിയിലുള്ള അവയവങ്ങളെല്ലാം അതിനെങ്ങനെ നോക്കാൻ പറ്റും, അതിന് എനർജി നൽകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം അത് പ്രാണിക് ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നു, മനോമയ കോശത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ദേഹത്തിനെ ഫിസിക്കൽ ബോഡിയെയും അഫക്റ്റ് ചെയ്യുന്നു. അതാണ് ഈ മൂന്നിനുമുള്ള ലിങ്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പം സ്വാധിഷ്ഠാന ചക്രം എടുത്തോണം. സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് നമ്മളുടെ ബൊക്കിളിൻ്റെ 4 വിരലിൻ്റെ അടിയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം അടി വെയിറ്റിലാണ് ഈ സ്വാധിഷ്ഠാന ചക്രം ഉള്ളത്. അപ്പോൾ അടി വെയിറ്റിലുള്ള ഓർഗൻസൊക്കെ എന്തുവാ, നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. പെണ്ണിനെടുത്ത ഓവറി, ഫെലോപ്പിയൻ ട്യൂബ്, യൂട്രസ്. ആണിനെടുത്ത ടെസ്റ്റിസ്. അപ്പോൾ ഓവറിയുടെ ജോലി എന്തുവാ, മുട്ടകളെ ഉണ്ടാക്കുന്നത്. ടെസ്റ്റിസിൻ്റെ ജോലി എന്തുവാ, ബിന്ദുക്കളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു പെണ്ണായിരുന്ന ഓവറിയെ, ഒരാണായിരുന്ന ടെസ്റ്റിസിനെ ബാധിക്കും. ഒരു പെണ്ണിനെ സംബന്ധിച്ചവർ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായി കൊച്ചുങ്ങളൊന്നും ഇല്ലെങ്കിൽ ആളുകൾ ചോദിക്കാൻ തുടങ്ങും. അപ്പം അവൾക്ക് തന്നെ ഒരു സ്ട്രെസ്സാകും, ആളുകളെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അവൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടാകും, എനിക്ക് കൊച്ചേ ഉണ്ടാകത്തില്ലയോ. ഒരാണിനായെങ്കിലും തീർച്ചയായിട്ടും മനസ്സിൽ ആ ഇമ്പോർട്ടൻസിയുടെ ആണത്വം ഇല്ലാത്തതിൻ്റെ ഒരു ഇത് പല രീതിയിലും ബാധിക്കും. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യ, ഫ്രണ്ട്സിനെ കാണാൻ വയ്യ, റിലേറ്റീവ്സിൻ്റെ കൂടെ സംസാരിക്കാൻ വയ്യ, ആരെയും നേരിട്ട് മുഖത്ത് നോക്കി എന്നുവെച്ചാൽ ആളുകളെല്ലാം ഇത് ചോദിക്കുന്നുണ്ട്. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ അവന് തന്നെ ഒരു കുറ്റബോധം, ഞാൻ ശരിയല്ലയോ എന്നുള്ളത്. അപ്പം അത് നമ്മുടെ ദേഹത്തിനെ, ഫിസിക്കൽ ബോഡിയെ അഫക്റ്റ് ചെയ്യും, മനസ്സിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യും. അതാണ് ഈ ചക്രാസിനെയൊക്കെ നമ്മൾ നേരെ ചൊവ്വേ വെച്ചോണം. അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു രീതിയിൽ കാണിക്കും. അപ്പം തന്നെ അതിനെ കണ്ടുപിടിച്ച് നമ്മുടെ ചക്രാസിനെയെല്ലാം ഹീൽ ചെയ്ത് വെക്കണം.